എല്ലാവർക്കും മച്ചാട്ട് ഫിറ്റ്നസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എക്ടോമോർഫ് ആൻഡ് എൻഡോമോർഫ്. മെസോമോർഫ് ആണ് കിടക്കട്ട്, ഇപ്പൊ ആവശ്യമില്ല. നമുക്ക് ഈ രണ്ടാളാണ് ആവശ്യം, മെലിഞ്ഞാളും തടിച്ചാളും. ഇവർ തമ്മിലുള്ള വർക്കൗട്ട് എങ്ങനെയാണെന്നാണ്. എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ആഴ്ചയിൽ എത്ര തവണ വർക്കൗട്ട് ചെയ്യണം, എത്ര റെപ്സ് ചെയ്യണം, എത്ര ടൈം റിലാക്സ് ചെയ്യണം, ഈ ഒരു വേരിയേഷൻ, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. കാരണം ഒരാളൊരു ചെറിയ ഡൗട്ട് ഇട്ട്, ചെറിയ ഡൗട്ട് എന്നല്ല, അവന്റെ ഒരു വലിയ ഡൗട്ടാണ്. കാരണം വെച്ചാൽ അവൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നത് അവന്റെ ഫ്രണ്ടിന്റെ അവന്റെ ഒരു പാർട്ണർ ഉണ്ടാവില്ല. അപ്പൊ ആലോചിക്കണം, നിങ്ങൾ ആലോചിക്കേണ്ട മെയിൻ കാര്യം, ഇത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പല ജിമ്മുകളിലും നിങ്ങളെ പാർട്ട്ണർ ഒരു കാറ്റഗറി ഉണ്ടാവും. പല പാർട്ട്നേഴ്സിലും ഒരാളും സമസം ഒരു പാർട്ട്നേഴ്സ് ഉണ്ടാവില്ല, ആ ഒരു വേരിയേഷൻ ഉണ്ടാവും. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു വേരിയേഷൻ. ചില പാർട്ട്നേഴ്സ് മാത്രമേ രണ്ടാളും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരു മെയിൻ പോയിന്റ് ആണ്, തള്ളിക്കളയാൻ വേണ്ടി പാടില്ല, മെയിൻ പോയിന്റ് ആണ്. അപ്പോ ചങ്ങാതി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറെ വർക്കൗട്ട് ചെയ്യുന്നു, പക്ഷെ എന്റെ ബോഡിയിലേക്ക് വെയിറ്റ് വരുന്നില്ല. ഐ മീൻ മസില് ലോഡ് ചെയ്യുന്നില്ല, വെയിറ്റ് അതേ വെയിറ്റ് തന്നെയാണ്. ആ ഒരു വെയിറ്റ് 65 65, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും ഇല്ല, മെയിൻ മുന്നോട്ടില്ല, പിന്നെ വേക്കോട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാ വർക്കൗട്ട് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്ന രീതി എങ്ങനെ, ആരുടെ കൂടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻഡോമോർഫ് തടിച്ച ഒരു വ്യക്തിയുടെ കൂടെയാണ് അവന്റെ വർക്കൗട്ട്. അവന്റെ പാർട്ണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്ടോമോർഫ് വർക്കൗട്ട് ചെയ്യുന്നത് എൻഡോമോർഫ് എന്നൊരു പാർട്ണറുടെ കൂടെയാണ്. അപ്പോ എക്ടോമോർഫിന്റെ റെപ്യൂട്ടേഷൻ എത്രയാണ്, എൻഡോമോർഫിന്റെ റെപ്യൂട്ടേഷൻ എത്രയാണ്, അവരെങ്ങനെ റെപ്സ് ചെയ്ത് വർക്കൗട്ട് ചെയ്യണം, എത്ര റിലാക്സ് ചെയ്യണം. അപ്പൊ ആദ്യമായിട്ട് രണ്ടാളെ മനസ്സിലായല്ലോ, എക്ടോമോർഫ് വർക്കൗട്ട് ചെയ്യുന്നത് എൻഡോമോർഫിന്റെ കൂടെയാണ്. ഐ മീൻ തടിച്ച ഒരു പാർട്ട്നേഴ്സിന്റെ കൂടെയാണ് ഈ ഒരു വ്യക്തി വർക്കൗട്ട് ചെയ്യുന്നത്. 1.5 വർഷമായി വർക്കൗട്ട് ചെയ്യുന്നത്, പക്ഷെ ബോഡിയിലേക്ക് മാസ് ലോഡ് ചെയ്യുന്നില്ല. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന വരുന്നുണ്ട്, അവന്റെ കൂടെ തന്നെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ബോഡിയിലേക്ക് വെയിറ്റ് വരുന്നില്ല. അപ്പൊ ഇതിനായിട്ടൊരു ചെറിയൊരു ടോപ്പിക് ചെയ്ത് കൊടുക്കണ്ടേ. ഓക്കെ, ഇതിന് നമുക്ക് സമയം കളയുന്നു, ഇത്രയും പെട്ടെന്ന് അവന് നല്ല റിസൾട്ട് ആയി കൊടുക്കണം. മെയിൻ കാരണം എക്ടോമോർഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ശരീരം, ചെറിയ ഷോൾഡർ, ചെറിയ ചെസ്റ്റ്, ചെറിയ അറിയാലോ, ചെറിയ ചെസ്റ്റ്, ചെറിയ ഷോൾഡർ, ചെറിയ ലോഡ്, ചെറിയ ഹിപ്സ്, എല്ലാം ഫുള്ളായിട്ട് മെലിഞ്ഞായിരിക്കും. ചില പാരമ്പര്യമായിട്ട് ഉണ്ടാവാന്ന് പറയാം. ലോഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, തടിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ തടിക്കും ബുദ്ധിമുട്ട്. ഓക്കെ, നല്ല ഡയറ്റ്, നല്ല വർക്കൗട്ട്, നല്ല ഡയറ്റ് പ്ലാൻ, നല്ല ന്യൂട്രീഷൻ ഒക്കെ എടുത്ത് പെട്ടെന്ന് ഉണ്ടാകാം. സെക്കൻഡ് വേർഷൻ ഈസ് എൻഡോമോർഫ്. ഹ്യൂജ് ഷോൾഡർ, ഹ്യൂജ് ചെസ്റ്റ്, ഹാൻഡ്, ലെഗ്, ഹിപ്പ് എല്ലാം നല്ല ഹ്യൂജ് ആയിരിക്കും, നല്ല പവർഫുൾ ആയിരിക്കും. വെയിറ്റ് ലിഫ്റ്റേഴ്സിനെ കണ്ടിട്ടില്ലേ, എല്ലാം എൻഡോമോർഫ് ആയിരിക്കും. നല്ല പവർ ഉണ്ടാവും, ലിഫ്റ്റ് ചെയ്യാനുള്ള പവറുണ്ടാവും അവർക്ക്. ഓക്കെ, അവർക്ക് ഉള്ളിൽ കഴിക്കണമെന്നില്ല, എന്ത് കഴിച്ചാലും അവർക്ക് തടിയിലിടും. എക്ടോമോർഫ് ആണെങ്കിൽ എന്ത് കഴിച്ചാലും തടിക്കൂല, ആ ഒരു കാറ്റഗറിയാണ്. അപ്പോ ഇവര് തമ്മിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഇവർ തമ്മിൽ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇവർ ചെയ്യുന്ന വർക്കൗട്ട് തെറ്റാണോ? ഇവർ ചെയ്യുന്ന വർക്കൗട്ട് ഒരിക്കലും തെറ്റാണ് ഞാൻ ഒരിക്കലും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്ടോമോർഫിന് മാക്സിമം 8 to 10 reps, 6 to 8 റെപ്സ് മാത്രമേ എക്ടോമോർഫിന് പാടുള്ളൂ. 4 സെറ്റ് വരെ ചെയ്യാം, പക്ഷെ 4 ഡിഫറെന്റ് വെയിറ്റ് ആയിരിക്കും. എക്ടോമോർഫ് മെലിഞ്ഞ ഒരു വ്യക്തി, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബൈസെപ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെസ്റ്റ് വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഫസ്റ്റ് സെറ്റിൽ 10 reps, നിങ്ങൾ എടുക്കേണ്ട റിലാക്സ് ആൻഡ് റിക്കവറി ടൈം 2 മിനിറ്റ് 3 മിനിറ്റ് റിലാക്സ് ആണ് ഒരു സെറ്റിന് ശേഷം. എക്ടോമോർഫ് മെലിഞ്ഞ ഒരു വ്യക്തി വർക്കൗട്ട്, ഏത് വർക്കൗട്ട് നിങ്ങൾ ചെയ്താലും, ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ്, ചെസ്റ്റ്, ഷോൾഡർ, ലാറ്റ്, ലെഗ്, ഏത് വർക്കൗട്ട് ആയിരിക്കും, നിങ്ങൾ ഒരു വർക്കൗട്ട് നിങ്ങൾ ഇപ്പൊ ഫോക്കസ്, ഞാനിപ്പോ ഇന്നത്തെ വർക്കൗട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്, ബൈസെപ്സ് വർക്കൗട്ട് ചെയ്യുന്നു, എക്ടോമോർഫ്, എൻഡോമോർഫ്, മനസ്സിലായി. എക്ടോമോർഫ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെറ്റ് ചെയ്തു, ഫസ്റ്റ് സെറ്റ് 10 reps എക്ടോമോർഫ് ചെയ്തു, നിങ്ങൾ 2 മിനിറ്റ് റിലാക്സ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളെ പാർട്ണർ എന്താ ചെയ്യുന്നത്, പാർട്ണർ ചെയ്യുന്ന വെയിറ്റ് എന്താ, പാർട്ണർ ഫസ്റ്റ് സെറ്റ് അടിക്കുന്നു, 20 അടിക്കുന്നുണ്ട്, ഓന്റെ വർക്കൗട്ട് എന്തായിരിക്കും, ഓന്റെ ചിന്താഗതി എന്തായിരിക്കും, 2 ഗോളായിരിക്കും ചിലപ്പോൾ, ഓന്റെ 20 reps ആയിരിക്കും. അപ്പൊ ഇവൻ ചെയ്യുന്നുണ്ടാവും എക്ടോമോർഫ്, ഓന്റെ അപ്പൊ 20 അടിക്കുന്നുണ്ടാവും, ഓൻ പിന്നെ എടുക്കുന്നുണ്ടാവും 20. അങ്ങനെ 4 സെറ്റ് ചിലപ്പോ 30 സെക്കൻഡ് കൊണ്ടുപോ 4 സെറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇച്ചങ്ങായി അത് ഇതുപോലെ തന്നെ അടിച്ചിരിക്കുന്നുണ്ട്.
20 റെപ്സ് വെച്ചിട്ട് 2, 4, 6, 8, 80 റെപ്സ് അടിക്കും. 30 സെക്കൻഡ് 45 സെക്കൻഡ് വേണ്ടി അടിച്ചു കളഞ്ഞിട്ടുണ്ട്. എക്ടോമോഫിന്റെ കൂടെ എക്ടോമോഫ് അടിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവന്റെ ശരീരം എന്താവുക? ഇവന് ലീയായാലെന്തെങ്കിലും ഉണ്ടാവും. ഇവൻ മസിൽ ബിൽഡ് ചെയ്യലുണ്ട്, അല്ലാണ്ട് ലീയാക്കണ്ട ആരാന്ന്? എൻഡോമോഫാണ്. ഓൺ ചെയ്തോട്ട് 20, 30 സെക്കൻഡ് 5 സെക്കൻഡ് റിലാക്സ് ഓൺ അടിച്ചോട്ട്. ഇവനെന്ത് ചെയ്യണം? ഒരു സെറ്റ് അടിക്കുക, 10 റെപ്സ് മാറി വെക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുവോ. അവന്റെ കളിച്ചോ, കളിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കളിച്ചോ, ഒന്ന് ചുറ്റി വരിക. ഓ അതേ വെയിറ്റിൽ അടിച്ചോട്ട്, ഓ മാറി അടിച്ചോട്ട്, 20 റെപ്സിന് 4 സെറ്റോ അടിച്ചോട്ട്. എന്ത് ചെയ്യണം? എക്ടോമോഫ് എന്ത് ചെയ്യണം? അടുത്ത വെയിറ്റ് ലോഡ് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം അടുത്ത ലോഡ് ചെയ്യുക. അടുത്ത റെപ്സ് 10 കൂടി അടിച്ചോ. രണ്ടാമതും റിലാക്സ്, ചുറ്റിപ്പറ്റി വരിക. അടുത്ത സെറ്റ് അടിച്ചോട്ട് നമ്മളൊന്നും കറങ്ങിട്ടില്ല. മൂന്നാമത്തെ വെയിറ്റ് ഇടുക, 8 റെപ്സ് കറങ്ങിക്കോ. പിന്നെ അടുത്ത വെയിറ്റ് 8, 2, 10, 2, 8. ഓരോ 10, 8ന്റെ അപ്പുറം 2 മിനിറ്റ് റിലാക്സ് കൊടുക്കണം, റിക്കവറി കൊടുക്കണം. സൂപ്പർ സെറ്റ് ഓൻ അടിച്ചോട്ട്, നമ്മൾ അടിക്കണ്ട. മനസ്സിലായല്ലോ? ഫസ്റ്റ് വർക്കൗട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർക്കൗട്ടും നിങ്ങൾ ചെയ്യേണ്ടത് 8, 10 റെപ്സ്. അതിൽ കൂടുതൽ നിങ്ങൾ എക്ടോമോഫ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് 4 സെറ്റ് ആയി കഴിഞ്ഞാൽ ഓരോ സെറ്റിന് ശേഷം 2 മിനിറ്റ് റിലാക്സ് ചെയ്യണം. ഓക്കെ, എക്ടോമോഫ് വർക്കൗട്ട് മനസ്സിലായല്ലോ? എൻഡോമോഫ് നിങ്ങൾ സ്റ്റേബിൾ വെയിറ്റിൽ, നിങ്ങൾക്ക് കട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, മാസം നിങ്ങൾ കട്ട് ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് കട്ടാ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ സ്റ്റേബിൾ വെയിറ്റിൽ 20 റെപ്സ് അല്ലെ 15 റെപ്സ് ഓരോ സെറ്റിന് ശേഷം മിനിമം 30 അല്ലെ 15 സെക്കൻഡ് റിലാക്സ് ചെയ്യണം. ഒരു സെറ്റ് കഴിഞ്ഞാൽ അവിടെ സ്റ്റേബിൾ വെയിറ്റ് ഒറ്റ വെയിറ്റിൽ തന്നെ 20 അടിക്കും, റിലാക്സ് ചെയ്ത് 15 സെക്കൻഡ് പിന്നെ അടിക്കും. കാരണം ഇത് ബേൺ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കട്ടിങ് എന്നൊരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ആയിരിക്കും എക്ടോമോഫ് അല്ല. അപ്പൊ എക്ടോമോഫിന്റെ വർക്കൗട്ട് മനസ്സിലായല്ലോ? എത്ര മിനിറ്റാണ് റിലാക്സ് ചെയ്യേണ്ടത് പറഞ്ഞല്ലോ? എൻഡോമോഫിന് മനസ്സിലായി. ഇനി എക്ടോമോഫ് ആഴ്ചയിൽ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യണം? 3 ദിവസം വർക്കൗട്ട് ചെയ്താൽ മതി. ആഴ്ചയിൽ നിങ്ങൾ 6 ദിവസം എന്തിനാ നിങ്ങൾ വരുന്നത് ചിന്തി വന്നിട്ട് ഈ എൻഡോമോഫിന്റെ കൂടെ എന്തിനാ വർക്കൗട്ട് ചെയ്യുന്നത്? കൂടുതൽ ലോഡ് ചെയ്യുന്നത് എന്തിനാ? ഓൻ വന്നോട്ട് ആഴ്ചയിൽ 6 ദിവസം വന്നോട്ട്, ഓന് വരെ 6 ദിവസം വർക്കൗട്ട് ചെയ്യണം. ഓന് വർക്കൗട്ട് ചെയ്യണം, കാർഡിയോ വർക്കൗട്ട് ചെയ്യണം. ഓന്റെ ഫാറ്റ് ലോസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ മാസ് ബിൽഡ്. തിങ്കളാഴ്ച വരിക, ഇവിടെ 2 വർക്കൗട്ട് ചെയ്തോ, ചെസ്റ്റും ലാറ്റും ചെയ്തോ, ചെസ്റ്റും ട്രൈസും ചെയ്തോ, 4 8 വർക്കൗട്ട് ചെയ്തോ. പിറ്റേ ദിവസം റിക്കവറി, റിലാക്സ്, ഒന്നും ചെയ്യണ്ട. നല്ലപോലെ ഫുഡ് എടുക്കുക. 7 നേരം ഫുഡ് എടുക്കാൻ വേണ്ടി പറ്റുമോ? നല്ല പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് എടുക്കും. പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് പ്രോട്ടീൻ എടുക്കുക. 6 നേരം ഫുഡ് നല്ലപോലെ എടുക്കുക. 6 നേരം 7 നേരം ഫുഡ് നല്ലപോലെ എടുക്കുക. 2 നേരം ചോറാക്കുക, ചിക്കനാക്കുക, മുട്ടയാക്കുക. ലോഡ് ചെയ്യുക ഫുഡ്. പിറ്റേ ദിവസം നല്ലപോലെ നല്ല റിലാക്സ് കൊടുക്കുക. പിറ്റേ ദിവസം വരും. അതിന് ആഴ്ചയിൽ 2-3 ദിവസം വർക്കൗട്ട്, 3 ദിവസം റിക്കവറി. എന്നാൽ മാത്രമേ നിങ്ങളെ മസിൽ നല്ല ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഏത് വർക്കൗട്ടും നല്ല കറക്റ്റായി ഈ റെപ്പിറ്റേഷൻ ചെയ്യുക, ഇതേ റിലാക്സ് ചെയ്യുക, മിനിറ്റ് എടുത്ത് ചെയ്യുക, റിലാക്സ് ചെയ്ത് വെയിറ്റ് കൂട്ടി ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം മാത്രം വർക്കൗട്ട് മതി ഈ എക്ടോമോഫിന്. എൻഡോമോഫോ സ്റ്റേബിൾ വെയിറ്റ്, മോർ റെപ്പിറ്റേഷൻ, 20, 25, 30 പ്രശ്നമൊന്നുമില്ലെങ്കിൽ 15, 20 നിങ്ങൾക്ക് എടുക്കുക. ഓരോ സെറ്റിനേഷൻ 5 സെക്കൻഡ് റിലാക്സ് ചെയ്യണം. നിങ്ങൾ ആഴ്ചയിൽ 6 ദിവസം വേണം. വിത്ത് കാർഡിയോ വർക്കൗട്ട്, ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട്. നിങ്ങൾ ഈ വർക്കൗട്ടിനെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്താൽ മുന്നേ ആഫ്റ്ററോ ബിഫോറോ നിങ്ങൾക്ക് കാർഡിയോ വർക്കൗട്ട് ചെയ്യാം. റണ്ണ് ചെയ്യാം, ജമ്പിങ് ജാക്ക്, ബോപ്പീസ്, ക്രോസ് ഫിറ്റ് വർക്കൗട്ട് എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. 6 ദിവസം എൻഡോമോഫ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് ഗ്രീൻ വെജിറ്റബിൾ ഫുഡാണ് റെഡിക്ക്. എൻഡോമോഫിന് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഫുഡ് എന്ന് വെച്ചാൽ ഗ്രീൻ വെജിറ്റബിൾ കൂടുതൽ കഴിക്കാൻ നിങ്ങൾ. ഓക്കെ, നല്ല ഡയറ്റ് ചെയ്യുക, നല്ല ന്യൂട്രീഷൻ എടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എൻഡോമോഫിനും അതായാലും എക്ടോമോഫിനും. ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല ഒരുമിച്ച് വർക്കൗട്ട് ചെയ്ത്. പക്ഷെ നിങ്ങളെ ഗോൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ടൈം എടുത്ത് വർക്കൗട്ട് ചെയ്യുക എക്ടോമോഫ്, ടൈം അധികം എടുക്കാതെ വർക്കൗട്ട് ചെയ്യുക എൻഡോമോഫ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊന്നും ചിന്തിക്കൊന്നും വേണ്ട, ഇതിനകത്ത് പോലെ ഒന്നും എടുക്കാനൊന്നുമില്ല. നമ്മൾ ആ ഗോൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുക. റിലാക്സ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ആഴ്ചയിൽ 2-3 ദിവസം മാത്രം വർക്കൗട്ട് ചെയ്യുക. 3 ദിവസം റിലാക്സ് ചെയ്യുക, റിക്കവറി ചെയ്യുക. അനങ്ങണ്ട, ആ പാർട്സ് തൊടാൻ നല്ല ഫുഡ് റിക്കവറി കൊടുക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് റിലാക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. നല്ല ഉറക്കം വേണം. പിന്നെയും ഉറക്കിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യം ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മാക്സിമം റിക്കവറി കൊടുക്കുക. നമ്മുടെ ശരീരത്തിൽ നല്ലപോലെ റിക്കവറി ഉണ്ട്. പ്രത്യേകിച്ച് എക്ടോമോഫ് നല്ല റിക്കവറി എന്നാൽ മാത്രം മസിൽ ലോഡ് ചെയ്യും. ടൈം എടുക്കും, പക്ഷെ നിങ്ങൾ നല്ല പോലെ കൊണ്ട് എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എൻഡോമോഫ് ആയിട്ടുള്ള 2 ഗോളാണ്. അപ്പൊ അത് മനസ്സിലാക്കുക.
ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തോ. പക്ഷെ നമ്മുടെ ഗോൾ മനസ്സിലാക്കണം, നമ്മുടെ റെപ്സ് മനസ്സിലാക്കണം, നമ്മുടെ വർക്ക് റെപ്പിറ്റേഷൻ മനസ്സിലാക്കണം, നമ്മുടെ റിലാക്സ് മനസ്സിലാക്കണം. എന്നിട്ട് മാത്രം ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. വേറെ ഒന്നുമില്ല. ഇനി മെസോമോർഫിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, വേറെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ഇതാ ഇങ്ങനെ ക്ലിക്ക്. ഓക്കെ, ലേറ്റ് ആക്കണ്ട. വേറെ ഒന്നുമില്ല. അപ്പോ എല്ലാവരും ഫ്രൈഡേ മൂഡിലാണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോ അടുത്തൊരു വീഡിയോയുമായി മെച്ചപ്പെട്ട ഫിറ്റ്നസ് എത്രയും പെട്ടെന്ന് വരും. അപ്പോ ബൈ.